പ്രൊഡക്റ്റ് ആണ് തൈറോയിഡ് പ്രൊഡക്റ്റ്. അപ്പൊ തൈറോയിഡിന് പിന്നെ രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസും ഒന്ന് ഹൈപ്പോ തൈറോയിഡിസും. ഓക്കെ, ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. വലിയ വാക്കുകളൊന്നും കേട്ടിട്ട് ആരും പേടിക്കണ്ട, ഇത് വളരെ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ. ഈ ഹൈപ്പർ തൈറോയിഡ്സിന് ഒരു പ്രൊഡക്റ്റും ഹൈപ്പോ തൈറോയിഡ്സിന് വേറൊരു പ്രൊഡക്റ്റും ആണോ? അല്ല, രണ്ടിനും എന്ത് മതി? ഒരേ പ്രൊഡക്റ്റ് മതി അല്ലെ? കമ്പനിക്ക് അറിയാം ഈ ബിസിനസ് ആരാ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെ പോലെ എലീനി KSRTC ബസ്സൊന്നും കണ്ടാൽ തിരിച്ചറിയാത്ത നമ്മളെ പോലെ പൊട്ടന്മാരാണ് ഇത് ചെയ്യുന്നത് ആർക്കറിയാം അല്ലെ? കമ്പനിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് വേറെ ഒരു പ്രശ്നത്തിന് ഇന്ന പ്രൊഡക്റ്റ് മറ്റേ പ്രശ്നത്തിന് വേറെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മളിത് MBBS പഠിച്ച ഡോക്ടറാണോ? അല്ല. അതുകൊണ്ട് തന്നെ തൈറോയിഡിന്റെ രണ്ട് പ്രശ്നങ്ങൾക്കും ഒറ്റ പ്രതിവിധിയായിട്ട് ഒറ്റ പ്രൊഡക്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തൈറോയിഡിന്റെ അവയവം എവിടെയുള്ളത്? നെഞ്ഞത്താളുള്ളത് എവിടെയുണ്ട് അല്ലെ? കഴുത്തിലുള്ളത്. പൂമ്പാറ്റയുടെ ആകൃതിയിലുള്ള ഒരു സാധനമാണ് എന്ത്? തൈറോയിഡിന്റെ അവയവം. അപ്പൊ ഈ തൈറോയിഡ് അവയവം എവിടെയുള്ളത്? നമ്മുടെ കേന്ദ്രസ്ഥാനം എവിടെയാ? തലച്ചോറിലെ അല്ലെ? അപ്പൊ ഈ കേന്ദ്രസ്ഥാനത്തിന് തൊട്ടടുത്താണ് ആരുള്ളത് അല്ലെ? അപ്പൊ ഇതിന്റെ പ്രാധാന്യം കുറച്ച് അധികമായിരിക്കൂലേ അല്ലെ? അപ്പൊ തൈറോയിഡിന്റെ ഫംഗ്ഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തലച്ചോറുമായിട്ട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് തൈറോയിഡിന്റെ അവയവം അല്ലെ? അല്ലെങ്കിൽ ഇത് വയറ്റിലാണെങ്കിലോ? അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ സ്ഥാനം കൊണ്ട് തന്നെ അത് കേന്ദ്രത്തിനാണുള്ളത്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട്. എന്ത്? നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള മറ്റു ബോഡി പാർട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ തൈറോയിഡ് ആണ് അത് ബോഡിയിലെ മറ്റു പാർട്സിലേക്ക് മറ്റു അവയവങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു അവയവമാണ്. അപ്പൊ ഈ തൈറോയിഡിലെ അവയവം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. ഒന്നുമില്ല, കഥയിൽ കേട്ടോ. തൈറോക്സിന്റെ ഹോർമോൺ. ഈ തൈറോക്സിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് പറയും. തൈറോക്സിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയും. ഹൈപ്പോ കുറഞ്ഞത്, ഹൈപ്പർ എന്നാൽ ഹൈപ്പറായി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടി കഴിഞ്ഞാൽ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി പറഞ്ഞാൽ ഈ TSH എന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് TSH തൈറോയിഡ് സ്റ്റിമുലേറ്റ് എന്ന ഹോർമോൺ ഉണ്ട്. നിങ്ങൾ മനസ്സിലേക്കൊന്നും എടുക്കണ്ട. ഈ TSHന്റെ ഹോർമോണിന്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് റിപ്പോർട്ടിൽ മനസ്സിലാവുക ഹൈപ്പർ തൈറോയിഡ്സ് ആണോ ഹൈപ്പോ ആണോ. രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ തൈറോയിഡ് എന്നുള്ള പ്രൊഡക്റ്റിൽ ഇതിലെ പ്രധാനപ്പെട്ട ചേരുവയാണ് ജലകുംഭി എന്ന് പറഞ്ഞ സാധനം. അതിന്റെ ഫോട്ടോ ആണ് അവിടെ കാണിച്ചുള്ളത്. ജലകുംഭി എന്നാണ് അതിന്റെ പേര്. വെറുതെ ഫോട്ടോ കാണിച്ചെന്നേ ഉള്ളൂ, അന്ന് കാണിക്കട്ടെ. നമ്മൾ ഈ ജലകുംഭിന്റെ ഫോട്ടോ വെച്ചിട്ട് കാണിച്ചാണ്. ഇതിൽ പ്രത്യേകതകളൊന്നുമില്ല. ഇതാണ് ജലകുംഭി. അപ്പൊ തൈറോയിഡിന്റെ പൊസിഷൻ എവിടെ പറഞ്ഞു? അപ്പൊ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള തൈറോയിഡ് ആണ് ഈ കാണുന്നത്, പൂമ്പാറ്റയുടെ ആകൃതിയിൽ. അപ്പൊ ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ടാകും കണ്ടോ? ഇതിന്റെ ആകൃതിയിൽ വ്യത്യാസം വന്നില്ലേ? എന്തുണ്ട്? കഴുത്തിലൊക്കെ ഒരു മുഴ പോലെയൊക്കെ കാണില്ലേ പല ആൾക്കാർക്കും. അപ്പോ ഇതാണ് പ്രശ്നം. അപ്പൊ എങ്ങനെയാണ് തൈറോയിഡിന്റെ പ്രശ്നമുള്ള ഒരാളെ കണ്ടുപിടിക്കുക? ഇതല്ലേ നമ്മുടെ ആവശ്യം അല്ലെ? എന്തായിക്കോട്ടെ തൈറോയിഡ് നമ്മളൊക്കെ എങ്ങനെ ഇയാളെ കണ്ടുപിടിച്ച് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ? പ്രശ്നമുള്ളവരെ അവരുടെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ബോഡി പെയിൻ ഉണ്ടാവും, ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്തുണ്ടാവും? വെർട്ടിഗോ പറഞ്ഞാൽ തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ആർക്കുണ്ടാവും? തലകറക്കം നമ്മൾ ഏടി കണ്ടിട്ടുണ്ട്, രക്തക്കുറവിന് കണ്ടിട്ടില്ലേ? അപ്പോൾ രക്തക്കുറവ് കണ്ടപാട് നമ്മൾ ഫീലിംഗ്സ് ആക്ഷൻ എടുത്ത് കൊടുക്കാൻ പാടുണ്ടോ? മറ്റ് സിംറ്റംസ് നോക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. തലകറക്കം ഉണ്ടാവും, സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവും, വയറിൽ ഒരു ദഹനം ശരിയുണ്ടാവില്ല. നമ്മൾ ലിവഗൈൻ മാത്രമേ പഠിച്ചിട്ടാ പോയെങ്കിൽ വയറിന്റെ പ്രശ്നത്തിന് എല്ലാവർക്കും ലിവഗൈൻ കൊടുത്തിട്ട് വരും അല്ലെ? റിസൾട്ട് കിട്ടുമോ അല്ലെ? കുറച്ച് സമാധാനം കിട്ടും, പക്ഷെ പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടൂല. അപ്പൊ എന്തുകൊണ്ടാണ് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ദഹനം ശരിയില്ലാത്തതുകൊണ്ടാണ് അല്ലെ? അതായത് നമ്മളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയെന്ന് വയറ് എവിടത്തേക്ക് സിഗ്നൽ കൊടുക്കും? തലച്ചോറിലേക്ക് സിഗ്നൽ കൊടുക്കും. അപ്പൊ തലച്ചോറ് എന്ത് ചെയ്യും? തലച്ചോറ് പറയും കഴിക്കുന്നത് നിർത്തിക്കോ. ആരോട് പറയും? നമുക്ക് മതിയായി എന്ന് തോന്നല്ലേ? ഇനി വേണ്ടപ്പോ വയറ് പൊട്ടിപ്പോന്ന് തോന്നല്ലേ? അത് തലച്ചോറാ പറയുന്നു. മാക്സിമത്തിൽ എത്തിയ ആ ചങ്ങനോട് പിന്നെ കൈയാണ് അടക്കി വെക്കാൻ വേണ്ടി പറയാന്ന് ആര് പറയും? തലച്ചോറ് പറയും. ഇത് പറയൽ തലച്ചോറ് സിഗ്നൽ ആയിട്ടാ കൊടുക്കുക. ഈ സിഗ്നൽ നേരിട്ട് ആർക്കും മനസ്സിലാവില്ല, ലിവറിനോ അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ തൈറോയിഡിലേക്കാണ് ഈ സിഗ്നൽ പാസ് ആവുക അല്ലെ? ഇവിടുന്ന് മുതലാളി സിഗ്നൽ കൊടുത്തു, ഇവിടത്തേക്ക് എത്തി. ഇവിടുന്നാണ് ഈ തൈറോയിഡ് മറ്റു അവയവങ്ങളോട് സംസാരിക്കുക. പറഞ്ഞാൽ ഈ തൈറോയിഡ് ഹോർമോണിന്റെ അളവിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് സംസാരിക്കുക. അപ്പോ ഈ തൈറോയിഡ് ഹോർമോൺ നേരാവണ്ണം പ്രവർത്തിക്കുന്നില്ലെങ്കിലോ ഈ സിഗ്നൽ തലച്ചോറ് പറഞ്ഞ സിഗ്നൽ ശരിക്കും എടുത്ത് കിട്ടിയോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? അപ്പൊ ഭക്ഷണം വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഭക്ഷണം വയറ്റിൽ എത്തിയതിന്റെ സിഗ്നൽ എവിടത്തേക്ക് കിട്ടും? തലച്ചോറിൽ കിട്ടും. എന്നാൽ പിന്നെ ദഹനരസം ഉത്പാദിപ്പിക്കുന്ന സിഗ്നൽ ആര് കൊടുക്കും? തലച്ചോറ് കൊടുക്കും. പക്ഷെ ഇത് കറക്റ്റായിട്ട് എവിടത്തേക്ക് കൊടുക്കൂല? ലിവറിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കൂല. എന്താ എന്ത് ചെയ്യും? ലിവറിന് സിഗ്നൽ കിട്ടിയില്ല
അല്ലെ? അപ്ലൈ കുത്തിയാലല്ലേ റീറ്റെയിൽ പോകുന്നില്ലൂ, അല്ലേ? അല്ലെ? അപ്ലൈ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല.